What's up, guys, ladies and gentlemen, guys and girls? It's your favorite perfume show. എന്തെങ്കിലും കേട്ടോ ഓ എനിക്കെന്താ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ദിസ് ഇസ് എ ജെം ഓഫ് എ പ്രൊഡക്റ്റ്. ആസ് എ മലയാളി എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സന്തോഷം ആഹ്ലാദം ഒക്കെ തോന്നിയ ഒരു മൊമെൻ്റ് ഇത്. ഒരു മലയാളി ഹൗസ് ഓഫ് എന്താ പറയണം പെർഫ്യൂമിൽ നിന്ന് ഹൈ ക്വാളിറ്റി, ഹൈ ഫ്രേഗ്രൻസ് ഓയിൽ, ഹൈ കോൺസെൻട്രേഷനിൽ ആഡിറ്റീവ്സോ ഫിക്സറ്റീവ്സോ അങ്ങനത്തെ ബൂസ്റ്റേഴ്സോ ഒന്നും ഇല്ലാതെ റിയൽ ഗുഡ് നോട്ട്സ് ഉള്ളത്. നിങ്ങൾക്ക് വേണേൽ ഹൊമാജ് പെർഫ്യൂം എന്ന് പറയാം, അല്ലെങ്കിൽ റെപ്ലിക്ക പെർഫ്യൂം എന്ന് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് പെർഫ്യൂമിന് മണം മാത്രമേ ഉള്ളൂ, ഒരു കിഡിലെ നോട്ടായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഗൈസ്, ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചാനലിൽ പെർഫ്യൂം വീഡിയോസ് ഒന്നും ഒരുപാട് ചെയ്യാറില്ല. അതിന് കാരണം ഒന്നാമത്തെ എൻ്റെ പൈസ ഇല്ല, രണ്ടാമത് എനിക്ക് ബഡ്ജറ്റ് കാര്യങ്ങൾ ചെയ്യാനാണ്. കാരണം 25,000-30,000 രൂപയുടെ പെർഫ്യൂം ഇവിടെ ഒന്ന് പിച്ച് ചെയ്ത് എനിക്ക് അതിനെക്കാട്ടിയും അതുണ്ടെങ്കിൽ 30 പെർഫ്യൂം വാങ്ങിക്കാം. 600 രൂപയ്ക്ക് ദിസ് ഇസ് ബക്കറാജ് റൂജിൻ്റെ 540 ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു കോഴിക്കോട് വെച്ച് തുടങ്ങണ ഒരു കിഡിലം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സൂപ്പർ. ഞാൻ ഇവരുടെ പൈസ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. യു ബോട്ട് ദിസ് വിത്ത് മൈ മണി. എന്നിട്ട് അവരുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ അടുത്ത് 2 എണ്ണം കൂടെ അഡീഷണൽ മേടിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഗൈസ്. സാധനം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആദ്യമേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബക്കറാജ് റൂജ്. ബക്കറാജ് റൂജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് a very sexy, seductive, masculine, manly, animalistic നോട്ട് എന്ന് പറയണേ. അതിനെ റെപ്ലിക്ക ഉണ്ടാക്കാൻ ചെറുതായിട്ട് പാടാം. കാരണം അതിൻ്റെ അനിമലിസ്റ്റിക് നോട്ട്സും അതിൻ്റെ കാശ്മീറാൻ എന്ന് പറഞ്ഞൊരു നോട്ടൊക്കെ ഉണ്ട്. സോ കാശ്മീറാൻ നോട്ട് ഈ എന്താ പെക്യൂലിയറിൻ്റെ പെർഫ്യൂം ആയിട്ടുള്ളവർക്ക് അറിയാം. കാശ്മീറാൻ നോട്ടും ഇങ്കിൻ്റെ മണമൊക്കെ ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ. അത് ഹൈ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ആ ഒരു കാശ്മീറാനും ആ ഒരു ആൽമണ്ട്, ആ ഒരു സാഫ്രോണും ആ ഒരു ആംബറിൻ്റെ വുഡിൻ്റെ പെർഫെക്റ്റ് ബ്ലെൻഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് എ വെരി ഗുഡ് പെർഫ്യൂം ഗൈസ്. എനിക്കത് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഈ പെർഫ്യൂം ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാംറ ഖവ, ഈ വെരി സ്വീറ്റ് കാംറ ഖവയൊക്കെ ഇഷ്ടംപോലെ ഇവർ വാങ്ങിച്ചു. ഒരു ഭയങ്കര ഗുഡ് റിവ്യൂ ഒക്കെ പറഞ്ഞു. അതിനകത്തും ഭയങ്കര വിസ്കി, ബൂഷി, സ്വീറ്റ്, കോഫി, വെനില നോട്ട്സ് ഒക്കെ ആണെങ്കിൽ സിമിലർ ആണ്, ബട്ട് എ ലിറ്റിൽ ബിറ്റ് മോർ മെച്ചുവേർഡ് സ്മെല്ലാന്ന് പറയും. ഞാൻ ആ കാംറ ഖവ ഇച്ചിരി കൂടെ ഒരു യങ്ങർ പാർട്ടി ബോയ് നൈറ്റ് ഓറിയൻറ്റഡ് പെർഫ്യൂം ആണെങ്കിൽ ദിസ് ഇസ് ടു ബി വോൺ വിത്ത് ഫോർമൽ ടിപ്പ് ടോപ്പിലൊക്കെ നടന്ന് ഒരു വെൽ ഗ്രൂംഡ് ആയിട്ട് ഒരാൾ ബക്രാജ് റൂജ് അടിച്ച ഇറ്റ് ഈസ് നൈസ്. അതിൻ്റെ ഗൈസ് എപ്പോഴും അണ്ടർ റേറ്റ് ചെയ്തേക്കുന്ന ചില നോട്ട്സ് ഉണ്ട്. വെരി മജസ്റ്റിക് എന്നൊക്കെ വേണം പറയാം. സാഫ്രോണും ആൽമണ്ടിൻ്റെയും കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ക്ലീൻ ബൗൾഡാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ജെന്റിൽമെൻ അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ് സാഫ്രോൺ. ഭയങ്കര കംഫർട്ടിങ്, ഭയങ്കര ലൂറിങ് സെൻറ്റാണ്. ഇതിന് ഭയങ്കര ഒരു ടോപ്പ് ഹെവി ബോംബ്ലാസ്റ്റിക് സാധനമൊന്നുമില്ല. വെരി നൈസ്. ഇനി പെർഫ്യൂമിൻ്റെ നമുക്ക് ഗൈസ് ബക്രാജ് റൂജി ഓജി ഒരുപാട് എക്സ്പീരിയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എത്ര റെസംബ്ലൻസ് വരുവാണെങ്കിൽ 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 90-95% അടുപ്പിച്ച് ഏറെക്കുറെ സെയിം സാധനം. ഒരിക്കലും 100% നോട്ട്സ് വരില്ല, അല്ലെങ്കിൽ 95 എബോ ഒന്നും റെപ്ലിക്കാസ് ഒന്നും വരുന്നില്ല. കാരണം ആ പെർഫ്യൂമിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വേറൊരു പെർഫ്യൂമർ 10-40 മണിക്കൂർ എടുത്ത് എഴുതി ഉണ്ടാക്കുന്ന ഒരു അമാൽഗമേഷൻ ആണ് ഈ റെപ്ലിക്ക എന്ന് പറയുന്നത്. അതിനെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ റിയലി റിയലി ഗുഡ് സാധനം. പിന്നെ ഇതിനകത്തെ പെർഫ്യൂം കാര്യം പറയുകയാണെങ്കിൽ ബ്ലൂ പ്രിന്റ് അവർ അത്യാവശ്യം പ്രഷറൈസ്ഡ് ആയിട്ട് നല്ലൊരു സ്പ്രേയർ എടുത്തിട്ടുള്ള. എനിക്ക് റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല, അത്രയും വേണം. ഇതിനകത്ത് എവിടേക്കൊക്കെയോ അവരുടേതായ സാഫ്രോൺ ആൽമണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഹണി സാധനം, അതിൻ്റെ ബേസ് ആയിട്ട് കാശ്മീർ ആൻഡ് ബൂഡി ആംബർ വരുമ്പോൾ ഐ റിയലി ലവ് ദിസ്. അത് ഞാൻ സത്യസന്ധമായിട്ട് ആദ്യമേ എടുത്ത് പറയണം. ഭയങ്കര നൈസ് ഫ്രേഗ്രൻസ്, ഭയങ്കര നൈസ്. 600 രൂപയ്ക്ക് ഗൈസ് ഒരു ബ്ലൈൻഡ് ബൈ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫ്രേഗ്രൻസുകളിൽ ഒന്ന് ഇതാണ്. ഞാൻ എന്തായാലും അവരുടെ നമ്പറും ലിങ്കും ഒക്കെ താഴെ ഇട്ടേക്കാം. ആസ് ഓഫ് റൈറ്റ് നൗ ഗൈസ്, പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവേഴ്സിനകത്തല്ല, എനിക്ക് ഇതിൻ്റെ ബേസ് നോട്ട് ആ വനില വൂഡി ബേസ് നോട്ടിലേക്ക് എത്താൻ 1 ഡേക്ക് മേളിലെത്തി. കാരണം ഒരു സോളിഡ് പ്രൊജക്ഷൻ ഉണ്ട്, ഒരു 6 to 8 hours. നിങ്ങൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കും, പക്ഷെ എല്ലാവർക്കും ഗൈസ് ഇതൊരു മെച്ചുവേർഡ് നോട്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മണം കിട്ടണമെന്നില്ല. ദൂരെ നിന്നൊക്കെ നിൽക്കുന്നവർക്ക് ഈ സ്പൈസി ടോപ്പ് നോട്ട് എങ്ങനെ എക്സ്പ്ലോസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂം അല്ല ഇത്. പക്ഷേ ഒരു സോളിഡ് ചെറിയ നമ്മുടെ ക്ലോസ് ആയിട്ട് ഒരാൾ പെരുമാറാണെങ്കിലോ അടുത്തോ ഷോൾഡറിലൊക്കെ കൈയിടുവാണെങ്കിൽ അവർക്കൊരു
10 to 8 hours ഒക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്, എസ്പെഷ്യലി ക്ലോത്തിലടിച്ചാൽ. സ്കിന്നിൽ ഞാൻ ഇപ്പോൾ പെർഫ്യൂംസ് അങ്ങനെ അടിക്കാൻ പറയാറില്ല, ക്ലോത്തിൽ തന്നെ മിക്കപ്പോഴും അടിക്കേണ്ടത്. നിങ്ങളുടെ പെർഫോമൻസിൻ്റെ പ്രൊജക്ഷനൊക്കെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ മേ ബി, പക്ഷേ ക്ലോത്തിലടിക്കാൻ ആസ് എ അക്രഡിറ്റഡ് പെർഫ്യൂമർ ഞാൻ പറയൂ. കാരണം പെർഫ്യൂം ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത് പക്ഷേ ഗൈസ് ഇതിനകത്ത് ഞാൻ സ്പെസിഫിക്കലി അവരുടെ അടുത്ത് ചോദിച്ചു കോൺടാക്റ്റിലൊന്നും ഇപ്പം ഫിക്സറ്റീവ്സോ ആൽഡിഹൈഡ്സോ അതേപോലെ അഡിറ്റീവ്സോ ഒന്നും ഇല്ല എന്നാണ് അവരെനിക്ക് കൺഫേം ആയിട്ട് പറഞ്ഞത്. പിന്നെ ഗൈസ് മലയാളി ബ്രാൻഡാണ്, ലെറ്റ്സ് സപ്പോർട്ട് ഹോം ഗ്രോൺ മലയാളി പെർഫ്യൂമർ. 600 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു പാക്കേജിങ്ങിനകത്ത് നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ 5 എണ്ണം വാങ്ങിക്കാം. 5 എണ്ണം നിങ്ങൾക്ക് ഓരോ സ്പ്ലിറ്റായിട്ട് മാറി മാറി അടിക്കാവും അവരുടെ അടുത്ത് നിന്ന്. പിന്നെ ഞാൻ ഇവരുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വേറെ 2-3 പെർഫ്യൂമും കൂടെ വാങ്ങിച്ചു. പക്ഷേ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അവർ നല്ലൊരു ഓഫർ തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇമ്പീരിയൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദാറ്റ്സ് ഓൾസോ റിയലി നൈസ്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടും കൂടെ അടുത്തൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടെ ഞാൻ പറയാം. പിന്നെ അക്കോയ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും സാധനങ്ങൾ. ഇമ്പീരിയൽ ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ മർജും വേറൊരു സാധനം കൂടെ ബ്ലെൻഡ് ചെയ്തേ. ഗൈസ് റിയലി റിയലി ഗുഡ് ഗൈസ്. എന്താ പറയണം, ധൈര്യമായിട്ട് ബ്ലൈൻഡ് ബൈ പ്രൊഡക്ട്സ് ഞാൻ ഈ ചാനലിൽ ഒരുപാട് ചെയ്തില്ല, പക്ഷേ ദിസ് ഈസ് എ ബ്ലൈൻഡ് ബൈ. കുപ്പിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് എ ബ്ലൈൻഡ് ബൈ. നല്ല അത്യാവശ്യം നല്ല സ്പ്രേയേഴ്സും മെറ്റൽ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ. മാഗ്നറ്റിക്കും കാര്യങ്ങളൊന്നുമല്ല. ക്യാപ്പ് ഓഫ്കോഴ്സ് ഈ പ്രൈസിനകത്ത് മാഗ്നറ്റിക് വരാൻ പറഞ്ഞ തല കൂടെ വണ്ടിയൊന്നും ഓടുന്നില്ല. റിയലി ഗുഡ് പ്രോഡക്റ്റ്. എന്താ പറയുക ഗൈസ്, ഇറ്റ്സ് ഫ്രീ ഹിയർ. താഴെ വരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യും. സ്റ്റുഡൻറ്റ് എല്ലാവരും ആണെങ്കിൽ ബക്രാജ് നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്യേണ്ട ഒരു നോട്ട് കേട്ടോ. അത് ഇച്ചിരി ഡിഫറെൻറ്റ്, മാൻലി, മാസ്കുലിൻ, പക്ഷേ കംഫർട്ടിങ് ആയിട്ടൊരു നോട്ടാണ്. സോ ഗൈസ്, ഫ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ലവ് യു.